ഇവിടെ മാൻകൂട്ടം കണ്ടോ? മാനെ കണ്ടോ? ആ, കുട്ടിക്കൊമ്പനില്ല അമ്പള. ഹലോ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അതേണ്ടത് മൈസൂർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ ഒരു ട്രിപ്പിലാണ് നമ്മുടെ ടൈറ്റൻസ് എന്ന് പറയുന്ന ഹോളിഡേയ്സിൻ്റെ ഒരു പാക്കേജിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എല്ലാവരും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. മുഴുവൻ ആൾക്കാരും എഴുന്നേറ്റില്ല, എന്നാലും കുറേയൊക്കെ ആൾക്കാർ എഴുന്നേറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണണം, മൃഗങ്ങളെയൊക്കെ കാണണം എന്നുള്ള സെറ്റപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ മുതുമല ഫോറസ്റ്റിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതായാലും പോകാം. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറി. അപ്പോൾ നമ്മളിപ്പോൾ നേരെ മുതുമല എലിഫൻറ്റ് ക്യാമ്പ് ആ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആനകളൊക്കെ കിടത്തി കുളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് വണ്ടി നിർത്താൻ വേണ്ടി സമയമില്ലായിരുന്നു, കാരണം വണ്ടി നിർത്തിയില്ല. വണ്ടിയിലിരുന്ന് തന്നെ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോരുന്ന വഴിക്ക് തന്നെ അടുത്തൊരു കാട്ടാനക്കൂട്ടത്തെ കണ്ടു. അതിൽ തന്നെ ഒരു മോഴയാനയാണ് നിൽക്കുന്നത്. അത് പുല്ലൊക്കെ പറിച്ച് നിന്ന് അവിടെ നിൽപ്പുണ്ട്. വേറെ ശല്യം കാര്യങ്ങളൊന്നുമില്ല. 3 ആനകളുണ്ട് ഇവിടെ. ഒരു കുട്ടി ആനയുണ്ട്, ഒരു തള്ളയാനയുണ്ട്. പാലൊക്കെ കുടിച്ച് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് എത്രയും വേഗം മൈസൂർ എത്തേണ്ട കാരണം നമുക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ ഇവിടുന്ന് വിട്ട് അങ്ങ് പോവുകയാണ്. അടുത്ത ഏതെങ്കിലും മൃഗത്തിനെ കാണുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഭീമാകാരം പോത്ത് അവിടെ നിൽപ്പുണ്ട്. കാട്ടുപോത്ത് താണ നിൽക്കുന്നു. കണ്ടോ കാട്ടുപോത്ത് കണ്ടോ? മാൻകൂട്ടം കണ്ടോ? മാനെ കണ്ടോ? അങ്ങനെ നമ്മൾ മാനയും കാട്ടുപോത്തിനെയും ആനയൊക്കെ കണ്ട് വന്ന വഴിക്ക് തന്നെ വീണ്ടും ഒരു ആനക്കൂട്ടം കണ്ടു. അപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ 2ാമത്തെ ആനക്കൂട്ടം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണിത്. നമുക്ക് അധിക സമയം നിർത്തി കാണാനുള്ളൊരു സാഹചര്യം അല്ലാത്ത കാരണം നമ്മൾ വണ്ടിയിലങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം. നമുക്ക് എത്രയും വേഗം മൈസൂർ എത്തണം. അങ്ങനെ നമ്മൾ മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞ് ഇതേണ്ട അടുത്ത് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കയറാൻ പോവാണ്. ഇനി ഈ ഇതിൽ കയറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുന്നതിൽ ഇപ്പോൾ അത്യാവശ്യം സമയമായി. ഒരു 7:45 8 മണിയോളം അടുത്താകാറായി. ഏതൊക്കെ നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ് കടന്നങ്ങ് പോവുകയാണ്. ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിൻ ആർച്ചിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് സെക്കൻഡ് ആർച്ചാണിത്. നമ്മൾ ടൈഗർ റിസർവിലേക്കുള്ള ആർച്ചിലേക്ക് കയറുവാണ്. അങ്ങനെ നമ്മൾ കണ്ട ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ആർച്ച് കടന്ന് മുന്നേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ടൈഗറിനെയൊക്കെ കാണാമെന്ന് വെച്ച് വന്നപ്പോഴത്തേക്കും വീണ്ടും നിൽക്കുന്നു ഇവിടെ കുറേ മാൻകുട്ടന്മാർ. മാനയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ബസ്സിലെ യാത്രക്കാർ. ആർക്കും അങ്ങോട്ടും യാതൊരു പരിചയമില്ല. നമ്മൾ ഈ ട്രിപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത്. നമ്മുടെ ദേവൂസ് ഇവിടെ ഉണ്ട്, രേഷ്മ ഇവിടെ ഉണ്ട്. നമ്മളിപ്പം മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് കർണാടകയുടെ ഏറ്റവും വലിയ ഫോറസ്റ്റായ
ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ ടൈഗർ റിസർവോ അങ്ങനെ സംഭവം ഇതെന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാടാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള കാടാണ്. ഇവിടെ രാത്രി യാത്രയില്ല. വൈകിട്ട് അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ വീണ്ടും ഒരു ആന ക്യാമ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി നല്ല സ്പീഡിൽ പോയത് കാരണം അത് എന്താണ് ഏതാണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയില്ല. ഇതിൽ നമ്മൾ ഈ ക്യാമ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആന ക്യാമ്പാണ്. അവിടെ ഒരു ആനയും നമ്മൾ കണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മളവിടെ ഇങ്ങനെ പാസ് ചെയ്തിങ്ങ് പോകുന്നു. നിങ്ങൾ ഈ സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടാം കേട്ടോ. ഇതേതാ സ്ഥലം നമുക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇതേതാ ക്യാമ്പെന്ന്. ഒരു ആന ക്യാമ്പാണെന്ന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനൊക്കെയാണ് ഈ കിളച്ച് പൊടിച്ചിട്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. കുറേ വാഴകളും കാര്യങ്ങളൊക്കെ കുറേ കൃഷികൾ ഇവിടെ ഉണ്ട് നമ്മൾ വരുന്ന റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം നമുക്ക് മൈസൂർ എത്തണം. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വൈറ്റ് സൈഡിലെല്ലാം കൃഷി സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എന്തിൻ്റെ കൃഷിയാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. കൂർക്കയോ ചീരയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. കുറേ വാഴയുണ്ട്. വണ്ടി നല്ല സ്പീഡിൽ നമ്മൾ വിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നേരെ മൈസൂർ. കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളെ പൊന്നിക്കിളി നല്ല നൈസായിട്ട് അങ്ങ് ഒറ്റ ഉറക്കം ഉറങ്ങി. നമ്മുടെ പാമ്പാടി വിഷ്ണു നല്ല ഉറക്കത്തിലാണ്. അത്യാവശ്യം ആൾക്കാരെല്ലാം വീണ്ടും ഒരുറക്കത്തിലേക്ക് പോയി. ഞാൻ മാത്രം എഴുന്നേറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. വീഡിയോ ആണല്ലോ നമ്മുടെ പ്രധാനം. രേഷ്മയും വീണയൊക്കെ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നമ്മുടെ മൈസൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാം നമ്മൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആവണം. നമുക്കിവിടെയാണ് സ്റ്റേ ഇവർ തന്നിരിക്കുന്നത്. നേരെ ഇനി അങ്ങോട്ടാണ്. വീണയ്ക്കൊന്നും വയ്യ, മടിയാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റേ ഉള്ളൂ. വെയിലാടോ താൻ എന്നെ കോപ്പറാൻ കാണിച്ചിട്ട് കാര്യം. അപ്പോൾ നമുക്കിവിടെയാണ് കേട്ടോ നമ്മുടെ പാക്കേജുകാർ നമുക്ക് സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളേതായാലും നമ്മുടെ റൂമിലേക്ക് പോവാണ്. ചെന്നർ നോക്കാം എങ്ങനെയാവും എന്താവുമെന്നൊക്കെ. അത്യാവശ്യം നല്ല വലിയൊരു ഹോട്ടൽ തന്നെയാണ്, പാലസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ തന്നെ ഒരു 10-34 പേര് വന്നായിരുന്നു. അതിൻ്റെ ആയിട്ടുള്ള തിരക്കുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം ഏതായാലും. എല്ലാവരും എടുക്കും. അങ്ങനെ നമ്മുടെ റൂമിന് ചാവിയൊക്കെ നമ്മുടെ കിട്ടി. പക്ഷേ ഇത് റൂമിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തിരക്കൊന്ന് മാറണം. ലിഫ്റ്റേ കയറാൻ വേണ്ടിയുള്ള തിരക്കിലാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും ക്യൂ നിൽക്കുവാണ്. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്നൊരു കാര്യമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ നേരെ വേണ്ടത് ബാഗും തൂക്കി പിടിച്ച് നേരെ സ്റ്റെപ്പ് കയറാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ റൂം 3rd ഫ്ലോറിലാണ് കേട്ടോ. അപ്പം 3 നില നമ്മൾ കയറിച്ച് അവിടെ ചെല്ലണം. വീണയും പാമ്പാടി വിഷ്ണു രേഷ്മയും എല്ലാം ലിഫ്റ്റിൽ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ഫ്ലോർ. നമുക്കിനി നേരെ റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് ഇങ്ങ് ഇടിച്ച് കയറി. പൊന്നിക്കിളിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അവർക്ക് എപ്പോഴും ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന മെത്ത വേണം. പാമ്പാടി വിഷ്ണുവിനും റൂം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആകണം, ഡ്രസ്സ് മാറണം, എന്നിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാൻ. അധികം സമയമില്ല നമുക്കിവിടെ നിൽക്കാൻ വേണ്ടി. നമ്മുടെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞതേ പൊന്നിക്കിളി സെറ്റായി, രേഷ്മ സെറ്റായി, ഞങ്ങളെല്ലാം സെറ്റായി. വീണ എല്ലാവരും വന്നിട്ടുണ്ട്, ദേവും എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ താഴേക്ക് പോകാം. അപ്പോൾ നമ്മളത് ലെഫ്റ്റേ കയറി നേരെ താഴേക്ക് റെസ്റ്റോറൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേണ്ട റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇനിയിപ്പം ബാക്കിയുള്ള ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, എന്തൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇതിലും ബൈ.